അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഷാഹിദ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എനിക്ക് തറാവീഹിൻ്റെ റക്കാത്ത് സംബന്ധമായിട്ടൊരു സംശയമാണുള്ളത്. നമ്മൾ മുജാഹിദുകാരെല്ലാം 8, 3, 11 റക്കാത്താണ് നമസ്കരിക്കുന്നത്. പക്ഷേ സൗദി അറേബ്യ പോലൊരു രാജ്യം പൂർണ്ണമായും ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഹറാമും ബിദ്അത്തുമായൊരു കാര്യം നടത്താൻ അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് നിഷിദ്ധവും ശിക്ഷാർഹവുമാണ്. പക്ഷേ നമ്മുടെ പരിശുദ്ധ ഹറമിൽ 11 റക്കാത്തും ഉണ്ട്, 23 റക്കാത്തും ഉണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. 2 റക്കാത്തുകളും അവിടെ അനുവദിക്കുന്നുണ്ട്. എൻ്റെ സംശയം, ഈ 23 റക്കാത്ത് ഹറാമാണോ ബിദ്അത്താണോ? ഇത് രണ്ടുമാണെങ്കിൽ എന്തുകൊണ്ട് അതുപോലൊരു ശരീഅത്തുള്ള രാജ്യം ഇത് അനുവദിക്കുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രാധാന്യത്തോടെ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും തെറ്റുധാരണ നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി ചോദിച്ചിട്ടുള്ള ചോദ്യം, തറാവീഹ് അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം. മുജാഹിദുകൾ 11 റക്അത്താണ് നിസ്കരിക്കുന്നത്. മക്കത്ത് ചെന്നാൽ, അതുപോലെ മദീനത്ത് ചെന്നാലും അവിടെ 11-ലധികം നമസ്കരിക്കുന്നുണ്ട്. അത് ബിദ്അത്തോ ഹറാമോ ആണെങ്കിൽ നടക്കില്ലല്ലോ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. ആ വിഷയത്തിൽ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള വഹി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത്, എന്താണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവിടുന്ന് അംഗീകരിച്ചതാണ് ഇസ്ലാമിന്റെ പ്രമാണം, ഇസ്ലാമിലെ പ്രവർത്തനം. തറാവീഹ് നമസ്കാരം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വന്തം ഭവനത്തിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അവിടുന്ന് പള്ളിയിൽ വന്നും നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കരിച്ച നിസ്കാരങ്ങളെല്ലാം സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 11 റക്അത്താണ്, 13 റക്അത്താണ്. ഏറ്റവും പ്രബലമായ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 13 റക്അത്ത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതിൽ ചേർത്ത് പറഞ്ഞു, അത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തും കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞതാണ്, അല്ല ഇശാഇന് ശേഷമുള്ള 2 റക്അത്തും കൂടെ ചേർത്തുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് 11 റക്അത്താണ്. 11 റക്അത്താണ് നബി തങ്ങളുടെ നിസ്കാരം എന്നതിൽ ആർക്കും തർക്കമില്ല ഇന്നുവരെ. അത് പൗരാണികരും ആധുനികരുമായ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം 11 ആയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച്, രഹസ്യ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അവിടുത്തെ പത്നി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം 11 റക്അത്ത് എന്ന എണ്ണമാണ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളും 11 റക്അത്താണ് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിച്ച 3 ദിവസത്തെ നിസ്കാരം, ആ നിസ്കാരത്തെക്കുറിച്ച് സ്വഹാബികൾ പറയുന്നത് 11 റക്അത്താണ് നബി തങ്ങൾ നിസ്കരിച്ചിരുന്നത് എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നമസ്കാരം വീണ്ടും ജമാഅത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നിസ്കരിക്കുകയും 4ാമത്തെ ദിവസം വരാതിരിക്കുകയും ചെയ്തു എന്നും, ഖശീതു അൻ തുഫറള അലൈക്കും, നിങ്ങൾക്കത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതാണ് വരാതിരിക്കാനുള്ള കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പിന്നീട് ആ ജമാഅത്ത് നിന്നു പോവുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒറ്റയും തെറ്റയുമായി നിസ്കരിച്ച ആളുകളെല്ലാവരെയും ഒരുമിച്ച് ഒരു ഇമാമിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു.
ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അമറ ഉമറു ഉബയ്യ ബിൻ കഅബിൻ വതമീമൻ ദാരി അൻ യഖൂമ ലിന്നാസ് ബി 11 റക്അ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരിയോടും അതുപോലെ തന്നെ മറ്റൊരു സഹാബിയോടും വളരെ വ്യക്തമായി പറഞ്ഞു, 11 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് ഇമാം നിൽക്കണം. അതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തിയെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായ പ്രതിപാദനം നടത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിൽ ഫത്താവയിൽ തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായി വിശകലനം നടത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച അതേ നിസ്കാരമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ ഉബയ്യ് ഇബ്നു കഅബിന്റെയും തമീമുദ്ദാരിയും റളിയല്ലാഹു അൻഹുമ അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന നിസ്കാരം ഹാദിഹി സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഉദ്ധരണി അടക്കം അൽ ഹാവിയിൽ കാണാം. അപ്പൊ കൃത്യമായി മനസ്സിലാക്കണം 11 റക്അത്ത്. എന്തുകൊണ്ട് മുജാഹിദുകൾ 11 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതും അവിടുത്തെ സ്വഹാബത്ത് പിന്തുടർന്നതും 11 റക്അത്തായിരുന്നു എന്നതാണ്. ഇനി പിന്നീട് ആളുകൾക്കിടയിൽ ഈ എണ്ണം മാറിപ്പോകുന്ന ഒരവസ്ഥ വന്നു. അതിന്റെ കാരണം മക്കയിൽ തവാഫ് ചെയ്യുന്ന ആളുകൾ ആ സമയത്ത് ആളുകൾ തവാഫ് ചെയ്യുമ്പോൾ ആ സമയത്ത് മദീനക്കാരായ ആളുകൾ അത്രയും സമയം കൂടി നിസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന്റെ കാരണം ചില ആളുകൾ ഹദീസ് വിശദീകരിക്കുന്നതിൽ അവർ കാണിച്ച വിശാല കാഴ്ചപ്പാടാണ്. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന ഫൈൻ ഖശീത സുബ്ഹ ഫഔതിർ ബിവാഹിദ എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രാത്രി നിസ്കാരം ഈ രണ്ടാണെന്നും സുബഹി എത്തുമെന്ന് ഭയപ്പെട്ടാൽ ഒന്നുകൊണ്ട് വിത്തറാക്കണമെന്നും പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാരെ പറഞ്ഞു, രാത്രി നിസ്കാരമായതുകൊണ്ട് എത്രയുമാകാം, അതിനൊരു എണ്ണം വെക്കേണ്ടതില്ല. എന്നാൽ സ്വഹാബത്തോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൽ അങ്ങനെ ഒരു വിശാല കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. 11 റക്അത്തായിരുന്നു നിസ്കരിച്ചത്. പിൽക്കാലത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്നതിലേക്ക് കൃത്യമാക്കി നിലനിർത്തി. പക്ഷേ ഷാഫി പണ്ഡിതന്മാരാവട്ടെ, ഹനഫി പണ്ഡിതന്മാരാവട്ടെ, മാലിക്കി പണ്ഡിതന്മാരാവട്ടെ, ഹംബലി പണ്ഡിതന്മാരാവട്ടെ, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലും ഒരു ഇജ്മാഅ് പറയാൻ റക്അത്തിന്റെ വിഷയത്തിലില്ല. 23 എന്ന് പറയുന്നപ്പോൾ തന്നെ മദീനക്കാര് 36, 40, 60 ഒക്കെ നിസ്കരിച്ചത് റിപ്പോർട്ടുണ്ട്. മക്കക്കാർ അതുപോലെ തന്നെ പലപ്പോഴും വർദ്ധിപ്പിക്കുന്നത് റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ എണ്ണത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ഒരു ഇജ്മാഅ് തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകൾക്ക് തന്നെയില്ല. അതേ സമയത്ത് അന്നും ഇന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിനെ പിൻപറ്റി അമൽ ചെയ്യുന്ന ആളുകൾ 11 തന്നെയാണ് കൃത്യമായി നിലനിൽക്കുന്നത്. മക്കത്തും മദീനത്തും ഒരു കാലഘട്ടത്തിൽ, മക്കയെടുത്തു പറയാം, മക്കയിൽ ഒരു കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ 4 ഭാഗത്തും 4 മുസല്ലകളിട്ട് 4 ഇമാമിന്റെ നേതൃത്വത്തിൽ 4 ജമാഅത്തുകൾ നടന്ന സമ്പ്രദായമുണ്ടായ കാലഘട്ടം. സൗദ് ഭരണകൂടത്തിന്റെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരൊറ്റ ഇമാമിന്റെ കീഴിലേക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും ആ ഇടക്ക് വെച്ച് വന്ന അധികരിച്ച റക്അത്തുകൾ അത് 23 എന്നല്ല, എത്രയുമാകാം എന്നതാണ് അവിടെയുള്ള പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു റക്അത്തിലെ വിശാല കാഴ്ചപ്പാട് അതങ്ങനെ നിലനിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, 11 വർദ്ധിപ്പിക്കൽ തെറ്റാണ്, അത് പ്രവാചകന്റെ ചര്യയിൽ ഇല്ലാത്തതാണ്. ഇനി മറ്റൊരു വിഷയം കൂടെ അതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. മക്കത്ത് നടക്കുന്നത് ഒരു ബിദ്അത്തോ തെറ്റായ കാര്യമാണെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ മക്കയിലും മദീനത്തും നടക്കുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നോക്കണം എന്നൊരു നിബന്ധന പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമത്തിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനും സുന്നത്തും മാത്രം പിൻപറ്റണമെന്നാണ്. ഏതെങ്കിലും ഒരു നാടോ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ പിൻപറ്റണം എന്ന പ്രഖ്യാപനം പ്രവാചകനും അവിടെ പരിശുദ്ധ ഖുർആനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഇന്ന് എല്ലാവർക്കും മുബാശിർ എന്ന് വിളിക്കപ്പെടുന്ന ആ ലൈവ് പ്രോഗ്രാം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സൗദിയുടെ ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടുത്തെ നമസ്കാരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിസ്കാരത്തിൽ ളുഹറാവട്ടെ, അസ്റാവട്ടെ, മഗ്രിബാവട്ടെ, ഇശാവട്ടെ, സുബഹിയാവട്ടെ, ഏത് നിസ്കാരത്തിലാണെങ്കിലും ശരി, ആ നിസ്കാരത്തിൽ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മിഅദത്തിലുള്ള അഥവാ ആ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്തുള്ള മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് എടുത്തു ധരിക്കുന്നത് കാണാം. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു, ഇന്ന തബ്ലീഗ ബിദ്അത്തുൻ മുൻകറത്തുൻ ബിത്തിഫാഖിൽ അഇമ്മത്തിൽ 4 എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ
തബ്ലീഗ് മുങ്കറത്തായ ബിദ്അത്താകുന്നു എന്നാണ്. എന്താ തബ്ലീഗ് മുങ്കറത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നതിന്റെ അടുത്ത്, കേൾക്കുന്നത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് മുബല്ലിഗ് ഉണ്ടാവേണ്ടത്. അത് കേൾക്കുന്ന, അതാണ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ മക്കത്തും മദീനത്തും നടക്കുന്നു ഇപ്പോഴും മുക്കബ്ബറാത്തു സൗത്തിലൂടെ ഇമാമിന്റെ ശബ്ദം എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ മുഅദ്ദിൻ അവിടെ നിന്നുകൊണ്ട് ഈ വാചകം രണ്ടാമത് ഉയർത്തി പറയുന്നു, തബ്ലീഗ് ചെയ്യുന്നു. അങ്ങനെ ഒരു മുബല്ലിഗായി അദ്ദേഹം നിൽക്കലുണ്ട്. യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണ പ്രകാരം അച്ചയ്യുന്ന പണി ബിദ്അത്ത് മുങ്കറത്താണ്. അപ്പൊ അങ്ങനെ ഒരു പണി അവിടെ നടക്കണില്ല. ഉണ്ട്. എന്തുകൊണ്ട്? പാരമ്പര്യമായി കുറെ കാലമായി ചെയ്തു വന്ന സംഗതിയെ അതേ ആ രൂപത്തിൽ അങ്ങ് നിലനിർത്തി പോകുന്നു എന്നതാണ്. മാത്രമല്ല, സൗദി അറേബ്യ എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമീങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാവണം, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന വിശാല സമീപനത്തിലാണ് സൗദി ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മേഖലയിലേക്ക് കടന്നു വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക എന്നത് ഇതുവരെ നടക്കണില്ല, ഇനിയും നടക്കാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, മക്കത്തെ ഇമാം എത്ര നിസ്കരിച്ചു, മദീനത്തെ ഇമാം എത്ര നിസ്കരിച്ചു, മക്കത്തെ ആളുകൾ എത്ര നിസ്കരിക്കുന്നു, മദീനത്തെ ആളുകൾ എത്ര നിസ്കരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനാണ് റോൾ മോഡൽ. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചെന്നു, നിങ്ങളുടെ റോൾ മോഡൽ അഥവാ നിങ്ങളുടെ മാതൃക, നല്ല മാതൃക റസൂലുള്ളാഹിയിലാണ്. ആ പ്രവാചകനെ പിൻപറ്റുക എന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. മക്കയും മദീനയും ചോദ്യമായി കടന്നു വരില്ല. ഇനി അങ്ങനെ ആരെങ്കിലും എടുത്തു വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ധാരാളം ചൂണ്ടിക്കാണിക്കാം. മക്കത്തും മദീനത്തും കുനൂത്തില്ല. ഇവിടെ കുനൂത്ത് ഓതുന്നവർ ഓതാത്തവരെ ബിദ്അത്തുകാരായിട്ടാണ് ചിത്രീകരിക്കൽ. പിന്നെ ബിദ്അത്തുകാരാണ് അവരെന്നാ പറയാ. മക്കത്തും മദീനത്തും നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥനയില്ല. കൂട്ടുപ്രാർത്ഥനയില്ലാത്ത പള്ളി മസ്ജിദുൽ ളിറാർ ആണെന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുള്ളത്. അതുപോലെ മക്കത്തും മദീനത്തും സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയാണ്. നമ്മുടെ നാട്ടിൽ പറയും പള്ളിയിൽ സ്ത്രീകൾ കൊണ്ടുപോകുന്നത് മസ്ജിദുൽ ളിറാറാണ്. ഇങ്ങനെ പരിശോധിച്ച ധാരാളമുണ്ട്. അപ്പോ പ്രമാണങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. ഏതെങ്കിലും ഒരു നാടോ ഒരു പ്രദേശമോ ഒരു സമൂഹത്തെയോ പിൻപറ്റണം എന്നത് അള്ളാഹുവിന്റെ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ പ്രമാണത്തിൽ നിന്ന് വ്യക്തമാകുന്നു തറാവീഹിന്റെ റക്അത്ത് 11 ആകുന്നു. അല്ലാഹു അഅലം ബിസ്സവാബ്.